പിന്നെ ഒരു കാര്യം പറയാൻ, ബൈബിൾ ക്വിസിന്റെ പുസ്തകങ്ങൾ പലരും എഴുതിയിട്ടുണ്ടല്ലോ, അത് പഠിച്ചുകൊണ്ട് ഇത്രയും പ്രയോജനം കിട്ടില്ല. ബൈബിൾ തന്നെ വായിച്ച് മനസ്സിലാക്കി. അപ്പൻ അമ്മയെ അന്യൻ വീട്ടിൽ നിന്ന് പുറത്താക്കി. 5 വർഷം അമ്മയും ഞാനും വെളിയിലായിരുന്നു. ബന്ധുക്കൾ വീടുകളിലും, പിന്നെ അവിടെ നിൽക്കാൻ പറ്റാണ്ടായപ്പോ പിന്നീട് പല വീടുകളിൽ മാറി നിന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അങ്ങനെ കഠിനമായ അനുഭവങ്ങളിലൂടെ അമ്മ അത്രയും സഹിച്ച ഒരു അമ്മയാണ്. ആ കാലത്ത് വിശ്വാസത്തിന് വേണ്ടി അത്രയും സഹിച്ചു. അതിന്റെയൊക്കെ നന്മകളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്റെ പെങ്ങളുടെ വിവാഹത്തിന് വരെ ആ കാലത്ത് അമ്മയെ ചേർത്തില്ല, താലി കെട്ടാതെ ചേർക്കില്ല എന്ന് അപ്പം പറഞ്ഞ്, അത്രയും കഠിനമായ ഇതായിരുന്നു അമ്മയ്ക്ക്. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains, powered by Good News Live. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബൈബിൾ ബ്രെയിൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ അറിയുന്നത് പോലെ പുതുക്കിയ മത്സര രീതികളും ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെ ബൈബിൾ വായിക്കുകയും ഈ പ്രോഗ്രാം വീക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് ചിന്തിക്കുകയാണ്. നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ, യേശുവിനെ കൂടുതൽ അറിയുവാൻ, വചനത്തിൽ കൂടുതൽ ജ്ഞാനമുണ്ടാകുവാൻ ഇതൊരു കാരണമാകട്ടെ. ഈ എപ്പിസോഡിലേക്ക് പുതിയ മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. ബൈബിൾ ബ്രെയിൻസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് പേര്? എവിടെ നിന്നാണ് വരുന്നത്? എന്റെ പേര് AC തിമോത്തി. യെസ്. തൃശ്ശൂർ നെല്ലിക്കുന്ന് നിന്നാണ് വരുന്നത്. തിമോത്തി എന്ന പേര് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ക്രൈസ്തവ അനുഭവത്തിൽ അത്ര ഇഴുകി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കാണ് തിമോത്തി. കാരണം ഞാൻ കുറച്ചുകൂടി യൗവനക്കാരായ ആളുകൾക്ക് തിമോത്തി എന്ന പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ തൃശ്ശൂര് കാൽഡിയൻ സിറിയൻ എന്ന് പറഞ്ഞൊരു പഴയ പുരാതന സുറിയാനി സഭയുണ്ട്. ആ സഭയിൽ പെട്ടവർക്കാണ് കൂടുതലും തൃശ്ശൂർ ഭാഗത്ത് തിമോത്തി. അത് തൃശ്ശൂർ ഭാഗത്ത് കൂടുതലും തിമോത്തി പേരുണ്ട്. അത് ഈ സുറിയാനി സമുദായത്തിൽ നിന്ന് വന്നവർക്കാണ്. എനിക്ക് തോന്നുന്നു അങ്കമാലി സൈഡിൽ ഏറ്റവും കൂടുതൽ മാർട്ടിൻ ഉള്ള, സെന്റ് മാർട്ടിന്റെ ഇതിൽ ഏറ്റവും കൂടുതൽ മാർട്ടിന്മാരൊക്കെ ഉള്ള സൈഡാണ് അങ്കമാലി. എന്ന് പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ തിമത്തിമാര് അധികം ഉണ്ടെന്നാണ് അഭിപ്രായപ്പെടുന്നത്. അഭിപ്രായപ്പെടില്ല, അങ്ങനെ തന്നെയാണ്. ഈ പേര് കേട്ടാൽ ഉടനെ തൃശ്ശൂർക്കാരനാണ്, സുറിയാനിക്കാരനാണെന്ന് മനസ്സിലാകും. തിമോത്തി അത് വെച്ചാൽ ഈ ഒരു പ്രായത്തിൽ യൗവനക്കാർക്കൊക്കെ ഇപ്പോ പേരുള്ളവരുണ്ട്. എന്നാൽ ഈ ഒരു പ്രായത്തിൽ പ്രായമുള്ളവരായാലും. ഓക്കെ. അപ്പോ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാൻ, ഭാര്യ, 3 ആൺമക്കള്, അവരുടെ ഭാര്യമാര്. അവരെല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നൊരു ആഗ്രഹം ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഏതായാലും ബൈബിളിലെ അറിവൊന്ന് പരിശോധിച്ചു നോക്കാം. ചെറുപ്പത്തിലെ വിശ്വാസത്തിൽ വന്നതാണോ അതോ? ചെറുപ്പത്തിലെന്ന് വെച്ചാൽ 14
വയസ്സിൽ രക്ഷിക്കപ്പെട്ടതാണ്. 14 വയസ്സിൽ പെന്തക്കോസ്ത് രക്ഷിക്കപ്പെട്ടു. അനുഭവത്തിലേക്ക് വന്നതാണ്. പക്ഷെ എൻ്റെ അമ്മ പെന്തക്കോസ്താനുഭവത്തിലേക്ക് എനിക്ക് 1 വയസ്സുള്ളപ്പോൾ വന്നതാണ്. അതിനുശേഷം അപ്പൻ അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. 5 വർഷം അമ്മി ഞാനും വെളിയിലായിരുന്നു. ബന്ധുക്കൾ വീടുകളിലും, പിന്നെ അവിടെ നിൽക്കാൻ പറ്റാണ്ടായപ്പോ പിന്നീട് പല വീടുകളിൽ മാറി നിന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അങ്ങനെ കഠിനമായ അനുഭവങ്ങളിലൂടെ അമ്മ അത്രയും സഹിച്ച ഒരു അമ്മയാണ്. ഈ ആ കാലത്ത് വിശ്വാസത്തിന് വേണ്ടി അത്രയും സഹിച്ചു. അതിന്റെയൊക്കെ നന്മകളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്റെ പെങ്ങളുടെ വിവാഹത്തിന് വരെ ആ കാലത്ത് അമ്മയെ ചേർത്തില്ല, താലി കെട്ടാതെ ചേർക്കില്ല എന്ന് അപ്പം പറഞ്ഞ് അത്രയും കഠിനമായ ഇതായിരുന്നു അമ്മയ്ക്ക്. അത്രയ്ക്ക് പ്രതിസന്ധി വിശ്വാസത്തിൽ വന്നത് നിമിത്തം 1956 1956 നടന്നതാണ്. അപ്പൊ സഹോദരി എന്ന് പറയുമ്പോ ജ്യേഷ്ഠത്തിയാണ്? അല്ല, എന്റെ അമ്മ. അല്ല, സഹോദരി എന്ന് പറയുന്നത് എന്റെ ചേച്ചി. ചേച്ചിയുടെ വിവാഹവേള മൂത്തതാ. ഓക്കെ. അപ്പൊ വിശ്വാസത്തിന് വേണ്ടി ഒരുപാട് ധീരതയോടെ നിന്ന ഒരു മാതാവിന്റെ കൂട്ടത്തിൽ നിന്ന് വളർന്ന ഒരു മകനാണ്. അപ്പൊ ബൈബിളിനെ കുറിച്ച് കൃത്യമായ അങ്ങനത്തെ അറിവല്ല. അമ്മ എനിക്ക് എഴുത്തും വായനയും ആയിപ്പോ തൊട്ട് ബൈബിൾ വായിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് മുതലേ ഡെയിലി ബൈബിൾ വായിക്കാറുണ്ട്. ഓരോ അധ്യായമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം അന്ന് മുതൽ വായിക്കാറ്. അതായത് എനിക്ക് ബൈബിൾ മലയാളം കൂട്ടി വായിക്കാനുള്ള ഇത് ബുദ്ധി വന്നതിന് ശേഷം ബൈബിൾ അങ്ങനെ വായിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മത്സരത്തിലേക്ക് പോകാം. മത്സരത്തിലേക്ക് പോകുമ്പോൾ മത്സരത്തിന്റെ ആ രീതി ഞാനൊന്ന് വിശദീകരിക്കുകയാണ്. സ്ക്രീൻ ശ്രദ്ധിക്കാം. ആദ്യത്തെ 6 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 1000 രൂപയുടെ ഒരു സേഫ് സോണിൽ, രണ്ടാമത്തെ 4 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 3000 രൂപയുടെ സേഫ് സോണിൽ, അടുത്ത 4 ചോദ്യങ്ങൾ 7000 രൂപയുടെ സേഫ് സോണിൽ, ഒടുവിൽ ബമ്പർ ചോദ്യം. ആദ്യത്തെ ഭാഗം പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തത് മത്സരാർത്ഥിക്ക് തിരഞ്ഞെടുക്കാം. രണ്ടാമത്തെ റൗണ്ടിൽ പുതിയ നിയമമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി ചോദ്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചിരിക്കും ചോദ്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ല. മത്സരത്തിലേക്ക് പോവാം. മത്സരം തുടങ്ങാം. ഓക്കെ, ആദ്യത്തെ റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം: ഏലി പുരോഹിതന്റെ ആയുഷ്കാലം എത്ര സംവത്സരം ആയിരുന്നു? ഓപ്ഷൻ എ 89, ഓപ്ഷൻ ബി 98, ഓപ്ഷൻ സി 78, ഓപ്ഷൻ ഡി 99. ഏലി പുരോഹിതന്റെ ആയുഷ്കാലം 99 സംവത്സരം. 99 ആണോ? കുറച്ച് സമാന സംഖ്യകളൊക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് പരിശോധിക്കാം. 99 അടുത്തൊക്കെ വരാൻ സാധ്യതയുള്ള പിന്നെ സമാന സംഖ്യ 98 പക്ഷെ അതിനുശേഷമാണ് ആയുഷ്കാലം പറഞ്ഞിട്ടുള്ളത്. ആയുഷ്കാലം പിന്നീടാണ് പറഞ്ഞത്. അപ്പൊ 99 വർഷമാണ്. ആണോ? 99 ആണോ 98 ആണോ? ഒന്ന് ചിന്തിച്ചൊന്ന് ഉറപ്പിക്കാം. ഏതെങ്കിലും ഒരു ഉത്തരം ഉറപ്പിച്ച് പറയാം. ഏതെങ്കിലും ഒരു ഉത്തരം ഉറപ്പിച്ച് പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞ 99 ഉറപ്പിച്ച് പറയുകയാണ്. 99 കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ലെന്നാണോ? കൂടുതലില്ലല്ലോ ഓപ്ഷനിൽ. ഒന്നുകൂടെ ആലോചിക്കാം. 98 വയസ്സ്. 98. ഓക്കെ, ഓപ്ഷൻ ബി 98 എന്ന ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. 99 98 1 വയസ്സിന്റെ വ്യത്യാസമാണ്. അപ്പൊ ഏലി പുരോഹിതന്റെ പ്രായം ഏതാണെന്നാണ്. 98 99 നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി 98 എന്ന ഉത്തരമാണ്. 98 എന്ന ഉത്തരമാണ് ശരി. 99 വയസ്സുണ്ടെന്ന് നമുക്ക് തോന്നാം. 98 അതിന്റെ കൃത്യമായ ഉത്തരം. ഓക്കെ, ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം: നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ഓപ്ഷൻ എ മത്തായി 2:1, ഓപ്ഷൻ ബി മത്തായി 1:22, ഓപ്ഷൻ സി മത്തായി 2:10, ഓപ്ഷൻ ഡി മത്തായി 3:6. ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് വാക്യം? ഓപ്ഷൻ സി മത്തായി 2:10. ഓപ്ഷൻ സി മത്തായി 2:10 എന്ന ഉത്തരം ഉറപ്പിക്കുന്നു. ഈ ചെറുപ്പകാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സഭായോഗത്തിന് എഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ടുള്ള വാക്യമാണ്. ചെറിയ വാക്യങ്ങളാണല്ലോ. യേശു കണ്ണുനീർ വാർത്തു, യഹോവ എന്റെ ഇടയനാകുന്നു. ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളൊരു വാക്യമാണ് നക്ഷത്രം കണ്ടുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഇത്രയേ ഉള്ളല്ലോ.
അപ്പൊ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി അമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ള വാക്യത്തിൽ ഒരു വാക്യാണ്. അപ്പൊ അത് മത്തായി 2:10 എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. നമുക്ക് നോക്കാം. മത്തായി 2:10 ഓപ്ഷൻ സി ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ആദ്യത്തെ റൗണ്ടിൽ മൂന്നാമത്തെ ചോദ്യം. വാക്സാമർഥ്യമില്ലാത്തവൻ എന്ന് സ്വയം പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവരിൽ ആരുടെ കാര്യമാണ്? ഓപ്ഷൻ എ തീത്തോസ്, ഓപ്ഷൻ ബി തിമോഥെയോസ്, ഓപ്ഷൻ സി പൗലോസ്, ഓപ്ഷൻ ഡി സില്വാനോസ്. ഇവരിൽ ആരാണ് സ്വയം ഞാൻ വാക്സാമർഥ്യമില്ലാത്തവനാണ് എന്ന് പരിചയപ്പെടുത്തിയത്? ഓപ്ഷൻ സി പൗലോസ്. ഓപ്ഷൻ സി പൗലോസ് ഉത്തരം ഉറപ്പിക്കുന്നു. പൗലോസ് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല വാഗ്മി, ഏറ്റവും നല്ല പ്രസംഗകൻ അപ്പൊല്ലോസ് ആയിരുന്നു. അതുകൊണ്ടാണ് അവന്റെ ശരീരസന്നിധി ഊറ്റമുള്ളതും വാക്കോ നിന്ദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൗലോസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വാക്സാമർഥ്യം ഇല്ലാത്തവനാണ്. നല്ല പ്രസംഗകനായിരുന്നില്ല, പക്ഷെ നല്ലൊരു ഉപദേശകനായിരുന്നു, നല്ലൊരു തിയോളജിയൻ, വേദ പണ്ഡിതൻ ആയിരുന്നു. പരിജ്ഞാനമില്ലാത്തവനല്ല പരിജ്ഞാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ സി പൗലോസ് എന്ന ഉത്തരമാണോ ശരി? പൗലോസ് എന്ന ഉത്തരമാണ് ശരി. അടുത്ത ചോദ്യത്തിലേക്ക് വേഗത്തിൽ പോകുന്നു. ആദ്യത്തെ റൗണ്ടിലെ നാലാമത്തെ ചോദ്യം. കരുവേലകത്തിന്റെ ചുവട്ടിൽ അടക്കം ചെയ്തത് ആരെ? ഓപ്ഷൻ എ ദെബോര, ഓപ്ഷൻ ബി ഇസഹാക്ക്, ഓപ്ഷൻ സി റാഹേൽ, ഓപ്ഷൻ ഡി റിബേക്ക. ഇവരിൽ കരുവേലകത്തിന്റെ ചുവട്ടിൽ ഓപ്ഷൻ എ ദെബോര. ഉത്തരം ഉറപ്പിക്കുകയാണ് അല്ലെ? റാഹേലിനെ ഒരു വഴിയരികിലാണ് അടക്കം ചെയ്ത് എഫ്രാത്തിന് പോകുന്ന. ഇസഹാക്കിനെ മിസ്രൈമിൽ അടക്കം ചെയ്തിട്ട് അത് യോസെഫാണ്. ഇസഹാക്കിനെ ഒക്കെ പിതാക്കന്മാരുടെ കല്ലറയിൽ തന്നെ, കൃത്യം പറഞ്ഞ അവരുടെ കുടുംബ കല്ലറ മക്പേല ഗുഹയിലാണ് ഇവരെയൊക്കെ അടക്കം ചെയ്തിരിക്കുന്നത്. അതിൽ അടക്കം ചെയ്യാത്ത ഒരാള് റാഹേലാണ്, എഫ്രാത്തിന് പോകുന്ന വഴിയരികിൽ. അപ്പോ ദെബോര ആയിരിക്കണം കരുവേലകത്തിന്റെ ചൂട്ടിൽ. ഓക്കെ, ഓപ്ഷൻ എ ദെബോര എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ അഞ്ചാമത്തെ ചോദ്യം. ആമോസിന്റെ പുസ്തകപ്രകാരം ഇത് ദുഷ്കാലമാകിയാൽ ഈ കാലത്ത് മിണ്ടാതിരിക്കുന്നത് ആര്? ഓപ്ഷൻ എ ജ്ഞാനി, ഓപ്ഷൻ ബി വിവേകി, ഓപ്ഷൻ സി നീതിമാൻ, ഓപ്ഷൻ ഡി ബുദ്ധിമാൻ. ആരാണ് ദുഷ്കാലത്ത് മിണ്ടാതിരിക്കുന്ന ആ മനുഷ്യൻ? എല്ലാം ഏകദേശം സമാനമാണ്, ചിന്തിക്കാം. ജ്ഞാനിയും വിവേകിയും നീതിമാനും ബുദ്ധിമാനും ഒക്കെ സമാനമാണ്. അതിൽ നല്ല കൺഫ്യൂഷൻ വരാം, എങ്കിലും ആരായിരിക്കാം? ആ വാക്യം അങ്ങനെ തന്നെ പറഞ്ഞു നോക്കാം. ഇത് ദുഷ്കാലമാകിയാൽ ഞാൻ ഈ കാലത്ത് മിണ്ടാതിരിക്കുന്നു, ഇത് ദുഷ്കാലമാകിയാൽ വിവേകി മിണ്ടാതിരിക്കുന്നു, ദുഷ്കാലമാകിയാൽ ബുദ്ധിമാൻ മിണ്ടാതിരിക്കുന്നു, നീതിമാൻ മിണ്ടാതിരിക്കുന്നു. അങ്ങനെ ചിന്തിച്ചാൽ എല്ലാം ശരിയാണ്. എങ്കിലും ഇതിൽ വളരെ കൃത്യമായിട്ട് ബൈബിള് പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അത് ഒരു പക്ഷേ ആരായിരിക്കാം? അല്പം ബുദ്ധിമാനിലേക്ക് എത്തി അല്ലെ? ബുദ്ധിമാനായിരിക്കണം മിണ്ടാതിരിക്കുന്നു. നല്ലൊരു സംശയമുണ്ട്, എങ്കിലും നമ്മൾ ബുദ്ധിമാൻ ഉറപ്പിക്കും. ഓപ്ഷൻ ഡി ബുദ്ധിമാൻ എന്ന ഉത്തരം ഉറപ്പിക്കുന്നു. വിവേകമുള്ളവനും മിണ്ടാതിരിക്കാൻ ദുഷ്കാലത്ത്. ഇവർക്ക് എല്ലാവർക്കും മിണ്ടാതിരിക്കും. നീതിമാൻ ചിലപ്പോൾ സംസാരിച്ചിരിക്കും. ദുഷ്കാലമാകിയാൽ നീതിമാൻ ഇച്ചിരി കുഴപ്പമുള്ള ആളാണെന്നാ അല്ലെ? കർത്താവ് ഒരു വാക്യം പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നു ദുർലഭം, പക്ഷെ ഗുണവാന് വേണ്ടി മരിക്കാൻ തുനിയുമായിരിക്കാം. നീതിമാൻ എപ്പോഴും നീതി പറയുന്നതുകൊണ്ട് ആരും നീതിമാനെ ഗവനിക്കാൻ കാര്യമില്ല. അപ്പൊ ദുഷ്കാലത്ത് ഏതായാലും പുള്ളി സംസാരിക്കും. വിവേകി മിണ്ടാതിരിക്കും, ജ്ഞാനിയും മിണ്ടാതിരിക്കും, ബുദ്ധിമാനും മിണ്ടാതിരിക്കും. പക്ഷെ അവരിൽ ആരാണെന്നുള്ളതൊരു ആശങ്കയാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ബുദ്ധിമാൻ എന്ന ഉത്തരം ശരിയാണോ? ബുദ്ധിമാൻ എന്ന ഉത്തരം ശരിയാണ്. വളരെ ശ്രദ്ധിച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് കടന്നു പോകാം. ആദ്യത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. യേശുവിനെ പരിഹസിച്ച് തീർന്ന ശേഷം എന്തു വസ്ത്രം ധരിപ്പിച്ചതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ മേലങ്കി, ഓപ്ഷൻ ബി സ്വന്തം വസ്ത്രം,
ഓപ്ഷൻ സി രക്താംബരം, ഓപ്ഷൻ ഡി രേഖപ്പെടുത്തിയിട്ടില്ല. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഏത് വസ്ത്രം ധരിച്ചാണ് കൊണ്ടുപോയത് അവനെ പരിഹസിച്ച് തീർന്ന ശേഷം? അവനെ പരിഹസിച്ച് തീർന്ന ശേഷം ഇന്ന വസ്ത്രം ധരിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. ബി സ്വന്തം വസ്ത്രം. ബി സ്വന്തം വസ്ത്രം. സ്വന്തം വസ്ത്രം ധരിപ്പിച്ചാണ് യേശുവിനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയത്. ബി ഉറപ്പിക്കാം, സ്വന്തം വസ്ത്രം. സംശയമൊന്നുമില്ല. സംശയമുണ്ട്, ചെറിയ സംശയമുണ്ട്. ചെറിയൊരു സംശയമുണ്ട്. പക്ഷെ മേലങ്കിയാണോ സ്വന്തം വസ്ത്രമാണോ എന്നുള്ളത്. മേലങ്കിയാണോ സ്വന്തം വസ്ത്രമാണോ? ഏതായാലും രക്താംബരമല്ല. രക്താംബരം ധരിപ്പിച്ചാണ് പരിഹസിച്ചത്. രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ശരിയല്ല. പിന്നെ 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നെങ്കിൽ മേലങ്കി അല്ലെങ്കിൽ സ്വന്തം വസ്ത്രം. എനിക്ക് തോന്നുന്നു സ്വന്തം വസ്ത്രം ധരിപ്പിച്ചാണ് ക്രൂശിപ്പാൻ കൊണ്ടുപോയത്. ക്രൂശിക്കുന്ന ഇടത്ത് നിന്നാണ് അവന്റെ വസ്ത്രം എടുത്ത് അവർ ചീട്ടിട്ടത്. അപ്പൊ നോക്കാം, സ്വന്തം വസ്ത്രമായിരിക്കാം. ഓപ്ഷൻ ബി സ്വന്തം വസ്ത്രം എന്ന ഉത്തരം ശരിയാണോ? യെസ്. പരിഹസിച്ച് തീർന്ന ശേഷം സ്വന്തം വസ്ത്രം ധരിച്ചാണ് യേശുവിനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയത്. ഓക്കെ, അപ്പം അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു സമാധാനം ഉള്ളത്, ഒരു സേഫ് സോണിൽ എത്തി. അപ്പം ഒരു സമ്മാനത്തുക ഉണ്ട്, ഉറപ്പിച്ചു. അതിൽ പച്ച അടിച്ചിട്ടുണ്ട്, ആ സമ്മാനത്തുക കിട്ടും. ഓക്കെ, അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ 2 ഓപ്ഷൻ മുമ്പിലേക്ക് വരികയാണ്. പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ പുതിയ നിയമത്തിൽ. ഈ റൗണ്ടിൽ പുതിയ നിയമമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അടുത്ത റൗണ്ടിൽ പഴയ നിയമമായിരിക്കും. ഇവിടെ പഴയ നിയമം തിരഞ്ഞെടുത്ത അടുത്ത റൗണ്ടിൽ പുതിയ നിയമമായിരിക്കും. ഏത് ഓപ്ഷനിലേക്കാണ് ആദ്യം കടന്നു പോകാൻ താല്പര്യപ്പെടുന്നത്? പുതിയ നിയമം. ഓക്കെ, പുതിയ നിയമത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളിലേക്ക് പോകുന്നു. 7ാമത്തെ ചോദ്യം. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം ഇരുണ്ടു പോകുന്നത് ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ സൂര്യൻ, ഓപ്ഷൻ ബി ചന്ദ്രൻ, ഓപ്ഷൻ സി നക്ഷത്രങ്ങൾ, ഓപ്ഷൻ ഡി ഇവയെല്ലാം ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം ഇരുണ്ടു പോകും. സൂര്യൻ. ഓപ്ഷൻ എ സൂര്യൻ എന്ന ഉത്തരം ഉറപ്പിക്കുന്നു. സൂര്യനായിരിക്കാം, കാരണം തെളിഞ്ഞു നിൽക്കുന്ന സൂര്യനായതുകൊണ്ട് ഇരുണ്ടു പോകുന്നതും സൂര്യനായിരിക്കാം. ഓപ്ഷൻ എ സൂര്യൻ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. സമ്മാനത്തുക വർദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്ക് എവിടെങ്കിലും ഇനി ഒരു സംശയം തോന്നിയാൽ മത്സരം അവസാനിപ്പിക്കും, ക്വിറ്റ് ചെയ്യാം. കാരണം ഒരു സമ്മാനത്തുക നമ്മൾ എത്തി, അത് നഷ്ടപ്പെടുത്തരുത്. ഉത്തരം തെറ്റിപ്പോയാൽ ഫൈനൽ റൗണ്ടിൽ നമ്മൾ ഏത് സേഫ് സോണിലാണോ നിന്ന് ആ സമ്മാനത്തുകയിലേക്ക് നമ്മൾ മടങ്ങി. ഓക്കെ, അപ്പൊ മുമ്പിലേക്ക് പോകാം. ഈ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം, സെക്കൻഡ് റൗണ്ടിലെ 2ാമത്തെ ചോദ്യം. ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് എന്ത് കാണിപ്പാനാണ് പൗലോസ് തീരുമാനിച്ചത്? ഓപ്ഷൻ എ ധൈര്യം, ഓപ്ഷൻ ബി ധീരത, ഓപ്ഷൻ സി സൗമ്യത, ഓപ്ഷൻ ഡി കോപം. ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ധൈര്യം. ധൈര്യം നോക്കാം, ഒന്നുകൂടെ വേണമെങ്കിൽ തിരുത്തി ചിന്തിക്കാം. ധൈര്യമുണ്ട്, ധീരതയുണ്ട്, സൗമ്യതയുണ്ട്. കോപമായിരിക്കില്ല, ഏതായാലും പോലീസ് കോപം കാണിക്കാൻ സാധ്യതയില്ല. സൗമ്യതയും ഈ കാര്യത്തിൽ കാണിച്ചിട്ടില്ല. സൗമ്യതയും കാണിച്ചിട്ടില്ല. അപ്പൊ ധൈര്യമോ ധീരതയോ? ധീരതയാണോ? ധീരത. അതാണ് സംശയം. അതാണ് സംശയം. ഏതാണ് ഉറപ്പിക്കുന്നു? ധീരത. ധീരത ഉറപ്പിക്കുക. ഓപ്ഷൻ ബി ധീരത എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരോട് ഞങ്ങൾ ധൈര്യം കാണിപ്പാനോ ധീരത, രണ്ടും സമാന അർത്ഥമാണ് വരുന്നത്. എന്നാൽ ആ വാക്യം എന്താണ് പറയുന്നത് എന്നുള്ളതാണ് എക്സാക്ട്ലി. ഓക്കെ, ഓപ്ഷൻ ബി ധീരത എന്ന ഉത്തരം ശരിയാണോ? ധീരതയാണ് ശരി. ധൈര്യവും ധീരതയും ഒന്നാണ്. ചോദ്യങ്ങൾ അങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് കൃത്യമായ ആശയക്കുഴപ്പം ഉണ്ടാകും. വളരെ ശ്രദ്ധിക്കുക. ഇനി ഒരു സംശയം വരുന്നെങ്കിൽ അവസാനിപ്പിക്കുക. ഓക്കെ, നല്ലൊരു സമ്മാനത്തുകയിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഈ റൗണ്ടിലെ 2ാമത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം. നീതിക്ക് ചേർച്ചയല്ലാത്തത് ഇവയിൽ ഏതിനോടാണ് പൗലോസ് പറയും? നീതിക്ക് ചേർച്ചയിൽ. ഓപ്ഷൻ എ അനീതി, ഓപ്ഷൻ ബി അധർമ്മം, ഓപ്ഷൻ സി അസത്യം, ഓപ്ഷൻ ഡി തിന്മ. ഇവയിൽ നീതിക്ക് ചേർച്ചയില്ല എന്ന് പൗലോസ് പറയുന്നത്
ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത എന്ന് പറയുന്ന ഭാഗത്ത് ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് ബന്ധം എന്നൊക്കെ സൂചിപ്പിക്കുന്ന സമയത്ത് പൗലോസ് പ്രയോഗിക്കുന്ന ഒരു വാചകമാണ്. ഇതിലേതായിരിക്കാം അത് അറിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഒരു സംശയം ഉണ്ടെങ്കിൽ അധർമ്മം, ബി അധർമ്മം. ഓക്കെ, ബി അധർമ്മം എന്ന് ഉത്തരം ഉറപ്പിക്കുകയാണ്. നീതി അനീതിയും തമ്മിലാകാൻ സാധ്യതയില്ലെന്നല്ലേ? വിപരീത. അത് വിപരീതം. നീതിക്ക് അധർമ്മത്തിനോട് എന്ത് ചേർച്ച? വിപരീതമാണ്, ചേർച്ചയില്ലാതെ വരേണ്ടതല്ലേ? നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി അധർമ്മം എന്ന ഉത്തരം ശരിയാണോ? അധർമ്മം എന്ന ഉത്തരമാണ് ശരി. നീതിക്ക് അധർമ്മത്തോട് എന്ത് ചേർച്ച? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? ഓക്കെ, അടുത്ത ഈ റൗണ്ടിലെ ഒടുവിലത്തെ ചോദ്യം. ഇവയിൽ യേശു പരീശന്മാരോടായി പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? പരീശന്മാരോട്. ഓപ്ഷൻ എ, എന്നാൽ ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. ഓപ്ഷൻ ബി, കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. ഓപ്ഷൻ സി, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിക്കാൻ കഴിയുകയില്ല. ഓപ്ഷൻ ഡി പറയുന്നത് എയും സിയും യേശു പരീശന്മാരോട് പറഞ്ഞതാണെന്ന്. ഇതിൽ യേശു പരീശന്മാരോട് എന്ന് ബൈബിൾ രേഖപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന ഒരു വചനമുണ്ട്. അതേതാണ്? ആലോചിച്ച് സമയമെടുത്ത് പറയാം. അറിയില്ല എങ്കിൽ ക്വിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മുൻപിലുണ്ട്. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? അവസാനിപ്പിക്കുന്നു. ക്വിറ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ മത്സരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ട് മത്സരിച്ചു. നല്ലൊരു സമ്മാനത്തുകയിലും എത്തി. ഇത് അല്പം ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രിക്കിയാണോ? ഓഫ് കോഴ്സ് ഇത് ടഫാണ് ആ ചോദ്യം ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ആ നല്ല സമ്മാനത്തുകയിൽ വളരെ ആമോസിന്റെ പുസ്തകം പറയുന്നതിൽ ബുദ്ധിമാൻ ആ തീരുമാനം എടുത്തിരിക്കുന്നു. അപ്പൊ ആ തീരുമാനത്തിന് പ്രത്യേക അഭിനന്ദനം. ഓക്കെ, മത്സരം നമ്മൾ അവസാനിപ്പിച്ചെങ്കിലും ഇനി മുന്നോട്ട് പോവുകയാണ്. ഏതായിരിക്കാം ആ ഉത്തരം എന്ന് ചിന്തിക്കുന്നത്? ഓപ്ഷൻ സി ആയിരിക്കാം അല്ലെ? മണവാളൻ കൂടെ ഉള്ളപ്പോൾ. ശരി, നമുക്ക് ആ ഉത്തരം ഒന്ന് ഉറപ്പിച്ചു നോക്കാം. ഓപ്ഷൻ സി, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിക്കാൻ കഴിയുന്നതല്ല. എനിക്ക് തോന്നുന്നു ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞതാണെന്ന് തോന്നുന്നു. നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആ കൂട്ടത്തോട്, അത് സദൂക്യരാണോ ന്യായശാസ്ത്രിമാരാണോ പരീശരാണോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ അതൊരു പ്രതിസന്ധിയാണ്. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നു, മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. അതാരോടാണ് പറഞ്ഞത്? അതും ന്യായശാസ്ത്രിമാരോടാണോ ശാസ്ത്രിമാരോടാണോ പുരുഷാരത്തോടാണോ? സംശയമാണ്. ശരിയാണ്, ഭയങ്കര കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും ഇത് പരീശന്മാരാണോ എന്നൊരു സംശയമുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ സി അതാണോ ഈ 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം? അല്ല. എന്നാൽ ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് യേശു പറഞ്ഞതാണ് പരീശന്മാരോടാണ്. അതുകൊണ്ട് വളരെ ബുദ്ധിപരമായ മികച്ച തീരുമാനം എന്നേ പറയുന്നുള്ളൂ. നല്ലൊരു സമ്മാനത്തുക ലഭിച്ചിട്ടുണ്ട്. ദീർഘദൂരം യാത്ര ചെയ്തു വന്ന് ഈ പ്രായത്തിൽ വളരെ താല്പര്യത്തോടെ ആ ജാഗ്രതയോടെ പങ്കെടുത്തതിൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ബൈബിളിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവർക്ക് മാത്രം പറയാൻ കഴിയുന്ന ഉത്തരങ്ങളാണ് ഇതുവരെ നൽകിയത്. നമുക്കാകെ 15 ചോദ്യങ്ങളേ ഉള്ളൂ. അതിൽ 10 ചോദ്യം വരെ എത്തി. അതായത് നമ്മുടെ ഒരു 70% മത്സരം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവം ഇനി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ആ അനുഭവം എല്ലാവരെയും, നമ്മുടെ പ്രേക്ഷകരെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന അനുഭവമാണ്. എല്ലാ മനുഷ്യരും കഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ബൈബിൾ പറയുന്ന കഷ്ടത ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മൾ വരുത്തി വെക്കുന്ന കഷ്ടങ്ങളെക്കാൾ ഉപരി ബൈബിളിൽ പ്രതിഫലമുള്ള കഷ്ടത യേശു നിമിത്തവും വചന നിമിത്തവും ദൈവരാജ്യം നിമിത്തവും കഷ്ടത അനുഭവിക്കുന്നവർക്കാണ് പ്രതിഫലമുള്ളത്. ആ പ്രതിഫലം എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ മഹത്വം ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയതിന്റെ പ്രതിസന്ധിയുടെ മഹത്വം അത് നമ്മുടെ കർത്താവിന്റെ ഒരു സ്വഭാവമാണ്. നിശ്ചയമായിട്ടും അനുഗ്രഹിക്കുക. അങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ കഴിഞ്ഞതും സംസാരിക്കാൻ കഴിഞ്ഞതും ഒക്കെ വലിയൊരു കാര്യമായി ഞങ്ങൾ ബൈബിൾ ബ്രെയിൻസും ഞങ്ങളുടെ പ്രേക്ഷകരും വിലയിരുത്തുകയാണ്. ദൈവം കുടുംബത്തെയും മക്കളെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ. ഇനിയും പങ്കെടുക്കാൻ ഒക്കെ അവസരങ്ങൾ ഉണ്ടാകട്ടെ. അനേകർക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്ത് തോന്നുന്നു മത്സരത്തിൽ പങ്കെടുത്തിട്ട്? അഭിപ്രായം ഞാൻ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്.
അപ്പൊ ഇത്തിരിയും കൂടി ഞാൻ ഈ സമയത്ത് അധികം വായിച്ചില്ല. വായിച്ചില്ല. കുറച്ചുകൂടെ നമ്മുടെ ഈ റൗണ്ട് ഇതിങ്ങനെ പങ്കെടുക്കാൻ തന്നപ്പോ തന്നെ ബുക്കുകൾ തന്നല്ലോ, പക്ഷെ അപ്പോഴും ഇത് വായിച്ചിട്ടില്ല. പഴയ വായിച്ചതിന്റെ ഓർമ്മയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അതാണ്. ഏതായാലും ഇത്തിരി കൂടി നമ്മൾ വായിച്ച് മനസ്സിലാക്കിയെങ്കിൽ അത് ഇത്തിരി കൂടി കിട്ടിയാണ്. പ്രേക്ഷകർ വളരെ ശ്രദ്ധിക്കുക, നിങ്ങൾ വളരെ വായിച്ചിട്ട് വരിക. എല്ലാം അറിയാവുന്ന ധാരണ ഇനി വരരുത്. അങ്ങനെ എല്ലാം അറിയാവുന്ന അങ്കിളിനെ കുറിച്ചല്ല പറഞ്ഞത്, പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും, നമുക്ക് വായിക്കാതെ അങ്ങനെ പോവാം. ഞാൻ അവരോടാണ് പറഞ്ഞത്. അപ്പോ കൃത്യമായി വരികൾക്കിടയിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രം പിന്നെ മത്സരിക്കുക. ബൈബിൾ ക്വിസിന്റെ പുസ്തകങ്ങൾ പലരും എഴുതിയിട്ടുണ്ടല്ലോ, അത് പഠിച്ചുകൊണ്ട് ഇത്രയും പ്രയോജനം കിട്ടില്ല. ബൈബിൾ തന്നെ വായിച്ച് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളോടാണ് അങ്കിൾ പറയുന്നത്, ബൈബിൾ തന്നെ വായിച്ചിട്ട് വരിക. ബൈബിൾ ക്വിസ് പുസ്തകങ്ങൾ വായിച്ചാൽ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ മാസ്റ്റർ വളരെ കഠിനമായ ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ബൈബിൾ ക്വിസ് പുസ്തകങ്ങളിലും ChatGPT-യിലും അങ്ങനെ കിട്ടാത്ത ഉത്തരങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്, ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. സൺഡേ സ്കൂൾ അധ്യാപകർ ഇതില് പങ്കെടുത്ത് ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. മുമ്പ് കുമ്പനാട് പങ്കെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് വളരെ അഭിനന്ദന. അധ്യാപകരുടെ വിദ്യാർത്ഥിയിലും പറ്റില്ലല്ലോ. അപ്പൊ ചെറിയ ആളല്ല, മത്സരിച്ച് ഒരുപാട് പരിചയമുള്ള ഇങ്ങനെയുള്ളതില് കൂടുതൽ നമുക്ക് ചിന്തിച്ചു ആലോചിച്ചു എഴുതാൻ കഴിയുന്നതാണ്. പെട്ടെന്ന് ഇങ്ങനെ ആദ്യമായിട്ടാണ് പ്രയാസങ്ങളുണ്ട്. ഓക്കെ, ഏതായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു, മാസ്റ്ററോടും പാസ്റ്ററോടും നന്ദി പറയുന്നു. ഓക്കെ, ഏതായാലും ഇത് സംഘടിപ്പിച്ച ഈ ബൈബിൾ ബ്രെയിൻസിന്റെ നടത്തിപ്പുകാരോടുള്ള നന്ദിയും പറയുന്നു. ഓക്കെ, ഏതായാലും ഇതിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുന്ന പ്രിയ പോൾസൺ സാറിനോടുള്ള നന്ദിയും പ്രത്യേകിച്ച് പറയണം. ഓക്കെ, ദൈവം ഏതായാലും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള നാളുകൾ വീണ്ടും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ എന്ന് എല്ലാ പ്രാർത്ഥനയും ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു മത്സരാർത്ഥിയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473727226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.